വാട്ട് ഈസ് എ ക്ലോഷർ ഇൻ ജാവാസ്ക്രിപ്റ്റ്? അപ്പോൾ നമ്മൾ ഇതിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മൾ കാണുന്ന ഡെഫിനിഷൻ. ഇസ് എ ഫംഗ്ഷൻ ദാറ്റ് ഹാസ് ആക്സസ് ടു ദി വേരിയബിൾസ് ഇൻ ഇറ്റ്സ് പാരന്റ് സ്കോപ്പ് ഈവൻ ആഫ്റ്റർ ദ പാരന്റ് ഫംഗ്ഷൻ ഹാസ് കംപ്ലീറ്റഡ് എക്സിക്യൂഷൻ. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ഒരു പാരന്റും ചൈൽഡും ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഔട്ടറും ഇന്നറും ഫംഗ്ഷൻ. ഔട്ടർ ഫംഗ്ഷനിൽ ഒരു പാരാമീറ്റർ നെയിം ഉണ്ട്, അതിന്റെ അകത്ത് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഈ ഇന്നർ ഫംഗ്ഷൻ അതിന്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അവിടെ നമ്മൾ ഈ ഗ്രീറ്റിംഗിനെ കൺസോൾ ചെയ്യുന്നുണ്ട്. ഫൈനലി ഈ ഔട്ടർ ഫംഗ്ഷൻ ഇന്നർ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ഒരു ഇന്നർ ഫംഗ്ഷൻ അതിന്റെ ഔട്ടർ ഫംഗ്ഷന്റെ വേരിയബിളിനെ ആക്സസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്ലോഷർ ഫോം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡെഫിനിഷന്റെ സെക്കൻഡ് പോർഷൻ നോക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് ഔട്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പൊ ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ഇന്നർ ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ സേ ഹലോ എന്ന് പറയുന്നത് ആ ഇന്നർ ഫംഗ്ഷൻ ആണ്, അതിനെ കോൾ ചെയ്യാം. നമുക്ക് ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ ഔട്ടർ ഫംഗ്ഷന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷന് പുറത്ത് ഇന്നർ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം. മാത്രമല്ല ഇവിടെ ഈ ഇന്നർ ഫംഗ്ഷൻ ഔട്ടർ ഫംഗ്ഷന്റെ വേരിയബിളിലേക്കുള്ള റെഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.